കൊണ്ടോട്ടി മണ്ഡലത്തിലെ ചരിത്രം മാറ്റിയെഴുതാൻ ഇത്തവണ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് കെ.പി. ബീരാൻകുട്ടി എന്ന സ്വതന്ത്രനെയാണ്. മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ലീഗ് കോൺഗ്രസ് പോര് തങ്ങൾക്ക് അനുകൂലമാവുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. മുൻപെങ്ങുമില്ലാത്ത വിധം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി കൊണ്ടോട്ടി മണ്ഡലത്തിൽ മത്സരരംഗത്തിറങ്ങിയത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ലീഗ് കോൺഗ്രസ് പ്രശ്നങ്ങൾ തന്നെയാണ് ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നതും. കെ.പി. ബീരാൻകുട്ടിയാണ് കൊണ്ടോട്ടി മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ് LDF ഉയർത്തി കാണിക്കുന്നത്. കൊണ്ടോട്ടി എയർപോർട്ട്, ഹജ്ജ് ഹൌസ് തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് നഷ്ടമാവുന്ന തരത്തിലാണ് കഴിഞ്ഞ UDF സർക്കാരിന്റെ പ്രവർത്തനമെന്നും ഇതിനെതിരെ ജനങ്ങൾ വിധിയെഴുതുമെന്നും ഇടത് സ്ഥാനാർത്ഥി കെ.പി. ബീരാൻകുട്ടി പറഞ്ഞു. കൊണ്ടോട്ടിയെ സംബന്ധിച്ച് കൊണ്ടോട്ടിയിൽ ഇതുവരെ കാര്യമായ വികസനങ്ങൾ വന്നിട്ടില്ല. അതിന് ജനങ്ങളെ സംഘടിപ്പിച്ചിട്ട് ജനങ്ങളെ ഏകോപിപ്പിച്ചിട്ടുള്ള വികസന രേഖ, അതിനുള്ള മാർഗം അന്വേഷിക്കുക ചെയ്യുക. ഏറ്റവും വലിയ പ്രശ്നം കൊണ്ടോട്ടി കുടിവെള്ളം. ഇന്നിപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ കുടിവെള്ളം ഞങ്ങളവിടെ വണ്ടിയിൽ വെള്ളം അടിച്ചു ജനങ്ങൾ കുടിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കോഴിക്കോട് കുടിവെള്ളം പദ്ധതി. ഇന്ന് വരെ വെള്ളം ഈ സമയത്ത് പോലും അങ്ങനെ ഒരു വെള്ളം അവിടെ ഇല്ല. ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ആവശ്യം. ഇതിനുവേണ്ടി പ്രവർത്തിക്കും. അതുപോലെ കരിപ്പൂർ എയർപോർട്ടിൻ്റെ സ്ഥിതി വളരെ മോശമായി. എയർപോർട്ട് ഒരു ഡിമ്മായ അവസ്ഥയിലേക്ക് വരിക. അതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാൻ സംസ്ഥാന തലത്തിലോ സർക്കാർ തലത്തിലോ യാതൊരു നടപടിയുമില്ല. അതിനൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രവർത്തിക്കുക. മണ്ഡലത്തിൽ കാര്യമായി യാതൊരു വികസനവും എടുത്തുകാണിക്കാൻ കഴിഞ്ഞ 5 വർഷം ഭരിച്ച MLAക്കോ UDF സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത, വാഴക്കാട്.